നമസ്കാരം, ഞാൻ ദീപ്തി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. നേരിടാൻ വയ്യെങ്കിൽ കേന്ദ്രം വരും. കേരളത്തിൽ തീവ്ര മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ സംസ്ഥാന പോലീസ് പരാജയമെന്ന് വിമർശനം. ആക്ഷേപം അറിയിക്കാൻ DGP KS ബാലസുബ്രഹ്മണ്യത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സംസ്ഥാനത്തിന് പരിമിതികളുണ്ടെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമി. തീവ്ര മാവോയിസ്റ്റ് സാന്നിധ്യം പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ. അർബൻ ആക്ഷൻ കമ്മിറ്റി ആസ്ഥാനം തൃശൂരിൽ. ആദിവാസി മേഖലകളിലേക്ക് റോഡുകൾ പണിയാനും പോലീസ് സ്റ്റേഷനുകൾക്ക് സുരക്ഷ കൂട്ടാനും 2 കോടി വീതം കേന്ദ്ര സഹായം. ലഹരിക്കഥയിൽ നേരറിയാൻ. കൊച്ചിയിൽ കൊക്കൈനുമായി നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായ കേസിൽ കൂടുതൽ അന്വേഷണം. അറസ്റ്റിലായ യുവതികളെയും വിശദമായി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വിശദാന്വേഷണം. സ്മോക്കേഴ്സ് പാർട്ടികൾ സജീവമെന്ന് വിവരം. നടൻ ഷൈനിനൊപ്പം ഇന്നലെ പിടിയിലായത് ഫാഷൻ മോഡലിംഗ് രംഗത്തെ 4 യുവതികൾ. പിടിച്ചത് 10 ഗ്രാം കൊക്കൈൻ. ഫ്ളാറ്റ് ഉടമയായ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. നിസാമിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ദുരൂഹം. ഇനി രേഖയിൽ തെളിയുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ ബിജു രമേശ് ആദായ നികുതി വകുപ്പിന് രേഖകൾ കൈമാറുന്നത് നാളെ. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശക്തം. മന്ത്രി മാണിയും 4 കോൺഗ്രസ് മന്ത്രിമാരും അന്വേഷണ പരിധിയിൽ. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ വിജിലൻസിന് കേസെടുക്കാം. കൂടുതലൊന്നും പറയാതെ മാണിക്ക് മൗനം. തെളിവുണ്ടെങ്കിൽ കാണട്ടെയെന്ന് വെല്ലുവിളി. ആരോപണത്തെ പിന്തുണച്ച ബാലകൃഷ്ണപിള്ള തൃശങ്കുവിൽ. UDF-ലെ പുകഞ്ഞ കൊള്ളി തങ്ങൾക്കും വേണ്ടെന്ന് CPM. സ്മാർട്ട് സിറ്റിയുടെ 7ാം സ്വർഗം. സംസ്ഥാനത്ത് 7 നഗരങ്ങൾ സ്മാർട്ട് സിറ്റിയാക്കാൻ 1750 കോടി. പദ്ധതിയുമായി കേന്ദ്ര നഗരവികസന മന്ത്രാലയം. 250 കോടി വീതം ലഭിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക്. യാത്രാ സൗകര്യം വികസിപ്പിക്കാൻ ഊന്നൽ. പൊതുഗതാഗത സംവിധാനത്തിന് കൂടുതൽ തുക. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.